പക്ഷേ ലോൺ കിട്ടിയില്ല, എഡ്യൂക്കേഷൻ ലോൺ കിട്ടിയില്ല, സ്വന്തം വീടില്ലാത്തതുകൊണ്ട്. അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ സങ്കടം തോന്നി. കാരണം അവരുടെയൊക്കെ ഒരു എക്സ്പെക്ടേഷൻ, ഓക്കെ ഇവൻ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവൻ എന്തെങ്കിലും നല്ലൊരു ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ വണ്ടി ഓടിക്കുന്നത്. നമ്മൾ രാവിലെ ഭാഗം തൂക്കി ഇറങ്ങും. അതെ, ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യും, ജോലി കിട്ടില്ല. പച്ചക്കറി കട എന്ന് പറയാൻ പറ്റില്ല, പടുത വിരിച്ച് റോഡിൽ കച്ചവടം ചെയ്തു. പടുത വിരിച്ചിട്ട് നടത്തിയ കച്ചവടം ഞങ്ങൾ അതിൽ നിന്ന് ഒരു കടയിലേക്ക് മാറി. ആ സമയത്ത് കോവിഡ് വന്നു. അതോടുകൂടി കച്ചവടം അവസാനിച്ചു. ബുദ്ധിമുട്ടുകളും ബാധ്യതകളും ഉണ്ടായി. സോ ഇനിയിപ്പം വീണ്ടും കച്ചവടത്തിലേക്ക് പോകാനുള്ള സാമ്പത്തിക അവസ്ഥയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്ക് കൂടെ കൊടുക്കാൻ പറ്റിയത് 10,000 രൂപയാണ്. പണം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ ദിവസം രാത്രിയാണ്. ആ സ്വർണം വിറ്റ് അതിനകത്ത് നിന്ന് കിട്ടിയ പൈസ വെച്ചാണ് ഞങ്ങൾ ഈ ചെറിയ ഇൻഫ്രയും റെഡിയാക്കി. വളരെ ചെറിയ മിനിമലായിട്ട് ഇൻഫ്ര ചെയ്ത ഒരു ഓഫീസ് സ്പേസും അങ്ങനെ IELTSഉം OETയും ജർമ്മനും കൂടെ ആയിട്ട് എറണാകുളത്ത് ബൈപ്പാസിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അച്ഛനും അമ്മയൊക്കെ വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വീട്. അപ്പം ഞാൻ അവരെ നല്ലൊരു വീട്ടിലേക്ക് മാറ്റി, നല്ലൊരു വീട് അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റി. അതുപോലെ ഞാൻ എറണാകുളത്ത് വന്ന് താമസിച്ചത് ഞങ്ങൾ 6 പേരുടെ ഷെയർ ചെയ്തൊരു ഫ്ലാറ്റ് റെൻറ്റിനെടുത്തായിരുന്നു. ആ ഫ്ലാറ്റ് തന്നെ, ആ സെയിം ഫ്ലാറ്റ് തന്നെ എനിക്ക് വാങ്ങിക്കാൻ പറ്റി. ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് പെപ്പേനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഫാദറും ഡ്രൈവറാണ്. എൻ്റെ അച്ഛനും ഓട്ടോ ഓടിക്കുക, പുള്ളിയുടെ അച്ഛനും ഓട്ടോ ഓടിക്കുക. ഇവർ ഏത് സ്ഥലത്തേക്ക് പോകുന്നു, ഏത് കോഴ്സ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറഞ്ഞിരിക്കുന്ന എല്ലാവരും തന്നെ ജീവിതത്തിൽ ഒരുപാട് വേഷങ്ങൾ നിറഞ്ഞാടിയവരാണ്. സെയിൽസ്മാൻ ആയും, കമ്പനിയുടെ CEO ആയും, ഡയറക്ടറായും, പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണറായും, അങ്ങനെ പല പല വേഷങ്ങൾ. ഇന്ന് എൻ്റെ മുമ്പിൽ കഥ പറഞ്ഞിരിക്കുന്ന അമീറിനുമുണ്ട് ഇതുപോലെ ജീവിതത്തിൽ താൻ കെട്ടിയാടിയ ഒരുപാട് വേഷങ്ങളെ കുറിച്ച് പറയാനായിട്ട്. റോഡരികിൽ ടാർപ്പ് വിരിച്ചിരുന്ന ഒരു പച്ചക്കറി കച്ചവടക്കാരനായിട്ടും അവിടെ നിന്ന് കൊച്ചിയിലേക്ക് വന്ന് സ്വന്തമായൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ ചെയ്യുന്ന ഒരു ബ്രാൻഡിന്റെ ഓണറായൊക്കെ വളർന്ന ഒരു കഥ പറയാൻ അമീർ, സ്വാഗതം. അമീറിന്റെ നാട് എവിടെയാണ്? കോട്ടയത്താണ്. കോട്ടയത്ത് എവിടെ? കുമാരനെല്ലൂരാണ്. അമീർ ഒരു സംരംഭകനാണ്. വീട്ടിലാരെങ്കിലും സംരംഭത്തിലുണ്ടായിരുന്നോ? ഇല്ല, ആരുമില്ല. അച്ഛൻ ഡ്രൈവറാണ്, ഓട്ടോ ഓടിക്കുകയാണ്. എന്തായിരുന്നു വിദ്യാഭ്യാസമൊക്കെ? വിദ്യാഭ്യാസം ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ടാണ്. എന്ത് പറ്റി? പഠിക്കാത്തതുകൊണ്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്താണോ? അല്ല, ഞാനൊരു എബോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ MG യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസിൽ സ്റ്റാർസ് സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടിയത്. പക്ഷേ ലോൺ കിട്ടിയില്ല, എഡ്യൂക്കേഷൻ ലോൺ കിട്ടിയില്ല, സ്വന്തം വീടില്ലാത്തതുകൊണ്ട്. എത്രാമത്തെ വർഷം ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നത്? 2 വർഷം 4 സെമസ്റ്റർ പഠിച്ചു വന്നിട്ട് ഡ്രോപ്പ് ചെയ്തു. സങ്കടം തോന്നിയോ? അന്ന് സങ്കടം തോന്നിയില്ല. അന്ന് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയില്ലല്ലോ. ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അല്ല എന്നുള്ളതിൻ്റെ ഒരു സീരിയസ്നെസ് അന്ന് അറിയില്ലായിരുന്നു. അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ സങ്കടം തോന്നി. കാരണം അവരുടെയൊക്കെ ഒരു എക്സ്പെക്ടേഷൻ, ഓക്കെ ഇവൻ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവൻ എന്തെങ്കിലും നല്ലൊരു ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ വണ്ടി ഓടിക്കുന്നത്. എനിക്കതിൻ്റെ ഒരു സീരിയസ്നെസ് അന്നില്ല. പക്ഷെ പിന്നീട് കാലം മുമ്പോട്ട് പോയപ്പോൾ ഉണ്ടായി. നമ്മളൊന്ന് വാടക വീട്ടിലാണ് കിടക്കുന്നത്. അതെ, അതുകൊണ്ടാണ് ലോൺ കിട്ടാത്തത്. അതുകൊണ്ടാണ് ലോൺ കിട്ടുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? അത് കഴിഞ്ഞ് പല ചെറിയ ചെറിയ ജോലികൾക്കും ട്രൈ ചെയ്തു. ആദ്യത്തെ സമയത്തൊന്നും ജോലി കിട്ടിയില്ല. കാരണം 12th ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അവരാരും എന്ത് ചെയ്യുന്നില്ല, ജോലി കിട്ടില്ല. ഇല്ല. അതുകൊണ്ട് പല ജോലികളും കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. നമ്മൾ രാവിലെ ഭാഗം തൂക്കി ഇറങ്ങും. അതെ, ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യും, ജോലി കിട്ടില്ല. പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഇൻ്റർവ്യൂ എങ്കിലും അറ്റൻഡ് ചെയ്യിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ CV എഡിറ്റ് ചെയ്തിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പിടിച്ചു വന്നിട്ട് ഇല്ല. ഇൻ്റർവ്യൂ കഴിയുമ്പം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഞാൻ അറ്റൻഡ് ചെയ്ത എല്ലാ ഇൻ്റർവ്യൂവിനും എനിക്ക് ജോലി കിട്ടി, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അത് കഴിയുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും, ഇതാണ് സിറ്റുവേഷൻ എന്ന് പറയും. ആദ്യം ഒരു വഴക്ക് പറയും, പക്ഷെ അവരോട് കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും, സാർ ഞാൻ പലതവണ ട്രൈ ചെയ്തിട്ടും എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്കൊന്ന് അറ്റൻഡ് ചെയ്യാൻ പോലും എന്ത് ചെയ്യുന്നില്ല, ആരും സാധ്യത തരുന്നില്ല എന്ന് പറയും. സോ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തില്ല, നിങ്ങൾക്ക് ജോലിയും കൂടെ തന്നു നോക്കൂ എന്ന് പറയും. എന്നിട്ട് ആദ്യത്തെ ജോലി എവിടെ കയറുന്നത്? ആദ്യം എനിക്ക് തോന്നുന്നു ഞാൻ ICC ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സെയിൽസിൽ, എല്ലാം സെയിൽസിലാണ്. അതിനുശേഷം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു. ഇൻഡസ്ട്രിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടും വലിയ കമ്പനികളാണ്. വലിയ കമ്പനികളാണ്, പക്ഷെ സെയിൽസ് അല്ലേ, നമുക്ക് പ്രഷർ കൂടുതൽ തന്നുകൊണ്ടിരിക്കും. നമ്മൾ നന്നായിട്ട് സെയിൽ ചെയ്താലും വീണ്ടും ഒരു പ്രഷർ. ഇൻഡസ്ട്രിയിലൊക്കെ ട്രെയിനിങ് ആയിട്ട് കയറുന്ന ആദ്യത്തെ മാസം തന്നെ എനിക്ക് ടാർഗറ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 3-4 വണ്ടികൾ വിറ്റിട്ടുണ്ട്. സെയിൽസ് ആണല്ലോ, സെയിൽസ് പണ്ടും ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. ആ സമയത്ത് 3-4 വണ്ടികൾ സെയിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇൻഡസിൻ്റെ മൂവാറ്റുപുഴയിലെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് അവർ വന്ന് അപ്രീഷിയേറ്റ് ചെയ്തതും ഒരു മീറ്റിംഗ് വിളിച്ച് ക്ലാപ്പ് ചെയ്തതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സോ ആ സമയത്ത് എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് നമുക്ക് പറ്റുന്ന പണിയാണ്, നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ആ സമയത്താണ് ഒരു തിരിച്ചറിവ് കിട്ടുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് നാൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട്
രജപുത്രയിൽ വർക്ക് ചെയ്തു. ഓ, അതിനിടയ്ക്ക് അതും പോയി. അതിനിടയ്ക്ക് അതും ഒരു സ്റ്റോറിയാണ്, ജോലിയാണ് വേണ്ടത്. അതിനു മുമ്പ് ഒരു ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല. ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു രജപുത്രയുടെ ഒരു സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിനകത്ത് AD ആയിട്ട് വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം. 12 മണിക്ക് ഡയറക്ടർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയായിരുന്നോ? ഒന്നും അറിയില്ല. അതിനുമ്പ് ഞാൻ ഒരു ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല. എനിക്ക് സ്ക്രിപ്റ്റ് എന്താണെന്ന് അറിയില്ല, ഏതൊക്കെ ക്യാമറ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, ഏത് ലെൻസ് ഏതാ, എനിക്ക് ഒന്നിനെക്കുറിച്ച് അറിയില്ല. ട്രെയിനിൽ കയറി അവിടെ ചെന്നു, പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് തുടങ്ങി, വർക്ക് ചെയ്തു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനായി അവിടുത്തെ ഏറ്റവും നല്ല AD. ഓ, നമ്മൾ ചെല്ലണ എല്ലായിടത്തും നമ്മളാണ് മിടുക്കൻ. അതെ. അതിനുശേഷം എനിക്ക് മനസ്സിലായി സാലറീഡ് ആയിട്ട് നിന്നിട്ട് കാര്യമില്ല, കുറച്ചുകൂടെ പണം സമ്പാദിക്കണം എന്നൊക്കെ വിചാരിച്ച് ഓക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് എൻ്റെ നാട്ടിൽ തന്നെ ചെറിയൊരു പച്ചക്കറി കട എന്ന് പറയാൻ പറ്റില്ല, പടുത വിരിച്ച് റോഡിൽ കച്ചവടം ചെയ്തു. മാർക്കറ്റിലല്ല, നാട്ടിലെ കവലയിൽ ഒരു പടുത വിരിച്ച് അതിനകത്ത് കുറച്ച് പച്ചക്കറി ക്രെഡിറ്റിനെടുത്ത് ഒരു ത്രാസും വെച്ച് അവിടെ ഇരുന്ന് കച്ചവടം ചെയ്തു. അതാണ് ഒരു സംരംഭകൻ എന്ന നിലയിൽ ആദ്യമായി ചെയ്യുന്ന കാര്യം. അന്ന് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് കരഞ്ഞു. അവര് എന്നെ ആ രീതിയിൽ കാണാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ എനിക്കങ്ങനെ ഒരു വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഞാനൊരു തൊഴിൽ ചെയ്യുന്നു എന്നുള്ള ഒരു വിചാരം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് സ്കെയിൽ ചെയ്യണമെന്ന് പതുക്കെ തോന്നാൻ തുടങ്ങി. പച്ചക്കറി ഈ നിലത്ത് പാവരിച്ചിരിക്കുന്നത് സ്കെയിൽ ചെയ്യണം തോന്നി. അതെ, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഇത് പോരാ, ഇതിലും വലുത് ചെയ്യണം, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് വിവാഹം ആലോചിച്ചു, വിവാഹം നടന്നു, ഭാര്യയുമായി സംസാരിച്ചു. അതിനുശേഷം ഈ ചെറിയ പച്ചക്കറി പടുത വിരിച്ചിട്ട് നടത്തിയ കച്ചവടം ഞങ്ങൾ അതിൽ നിന്ന് ഒരു കടയിലേക്ക് മാറി. കട കുറച്ച് വലുതായി. നാട്ടുകാരെല്ലാവരും സാധനം വാങ്ങിക്കാൻ വരാൻ തുടങ്ങി. നാട്ടുകാർക്കൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവരെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ചിരിച്ച മുഖത്തോടെ പച്ചക്കറി കൊടുത്തതുകൊണ്ടായിരിക്കും. എന്താണെങ്കിലും അവർ സപ്പോർട്ട് ചെയ്തു. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ നിന്നതുകൊണ്ട് വളരെ നല്ല രീതിയിൽ പോകുമായിരുന്നു കച്ചവടം. ആ സമയത്ത് കോവിഡ് വന്നു. അതോടുകൂടി കച്ചവടം അവസാനിച്ചു. ബുദ്ധിമുട്ടുകളും ബാധ്യതകളും ഉണ്ടായി. സോ ഇനിയിപ്പം വീണ്ടും കച്ചവടത്തിലേക്ക് പോകാനുള്ള സാമ്പത്തികാവസ്ഥയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ആണ് അവിടം വരെ എത്തിയത്. അത് പെട്ടെന്ന് നിന്നു പോയപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത ഒരവസ്ഥ വന്നു. കുറച്ച് ദിവസങ്ങൾ സ്റ്റക്കായി, ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു. അങ്ങനെ കച്ചവടം നിൽക്കുന്ന സമയത്ത് എൻ്റെ കസിനുണ്ട്, എൻ്റെ ബ്രദറാണ്. അവന് ഒരു ഇഷ്യൂ വന്നു. അവന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നുള്ളൊരവസ്ഥ വന്നു. അതിന് 10-30 ലക്ഷം രൂപ ആവശ്യമായിട്ട് വരാം. ആ സമയത്ത് ഞങ്ങൾക്ക് പൈസ കൊടുക്കാനില്ല. പല തരത്തിലും ട്രൈ ചെയ്തിട്ടും ആകെ ഞാനും എൻ്റെ അനിയനും എൻ്റെ അച്ഛനും കൂടെ ഞങ്ങൾക്ക് 3 പേർക്ക് കൂടെ കൊടുക്കാൻ പറ്റിയത് 10,000 രൂപയാണ്. 30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമുണ്ട്. നമ്മളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഒരു ഫാമിലി അല്ലേ. പക്ഷെ നമുക്ക് എന്തില്ല, പൈസ ഇല്ല. ആ സമയത്താണ് പൈസയുടെ വില മനസ്സിലാക്കുന്നത്. ബാക്കിയൊക്കെ ഓക്കെ, പക്ഷെ ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് തരത്തിൽ സർവൈവ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ 10,000 രൂപ അവർക്ക് കൊടുത്തിട്ട് അന്ന് രാത്രി ഞാനും വൈഫും കൂടെ കിടന്ന് ആലോചിക്കുക, ഇങ്ങനെ പോരാ, ഇത് ചെയ്താൽ പോരാ, ഒരു തരത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ചിന്ത. പണം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ ദിവസം രാത്രിയാണ്. അന്ന് മുതൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ശ്രീനിവാസനും ലാലേട്ടനും കൂടി ഇരുന്ന്, വിജയനും ദാസനും കൂടി ഇരുന്ന് എന്ത് ചെയ്യുന്ന ആലോചിച്ചതുപോലെയാണ് നിങ്ങൾ ആലോചിച്ചത്. അങ്ങനെ വേണേ പറയാം. എൻ്റെ വിജയൻ എൻ്റെ ഭാര്യയാണ്. എൻ്റെ വിജയനല്ല, വിജയം എന്ന് പറയാം. അയാള് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കുന്ന ഒരാളാണ്. എന്ത് ചെയ്തു രണ്ടുപേരുടെ? ഞങ്ങൾ എറണാകുളത്തേക്ക് വന്നു. എന്ത് ചെയ്യണം അറിയത്തില്ല, പക്ഷേ കോട്ടയം വിട്ടു. എറണാകുളത്ത് വന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതിനു മുമ്പ് അയാളൊരു കമ്പനിയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ UAE പോകുന്ന കുട്ടികൾക്ക് ഡേറ്റ ഫ്ലോ, എലിജിബിലിറ്റി അറ്റസ്റ്റേഷൻ, പ്രോമെട്രിക്കിൻ്റെ എക്സാം ഡേറ്റ്, ഇങ്ങനത്തെ കുറച്ച് സർവീസുകൾ ചെയ്യുന്നൊരു സ്ഥാപനമായിരുന്നു. അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ചെറിയൊരു സ്പേസ്, അയാളുടെ ഗോൾഡ് വിറ്റിട്ട് ഒരു ഫ്ലാറ്റിൽ റെൻറ്റിന് മാറി. ഞങ്ങൾ 6 പേരുടെ ഷെയർ ചെയ്ത് അതിന് റെൻറ്റ് കൊടുക്കാൻ തുടങ്ങി. എത്ര ഉണ്ടായിരുന്നു റെൻ്റ് അന്ന് 15,000 രൂപ, ഒരാൾക്ക് 2,500 രൂപ വെച്ച് റെൻറ്റ് വരുന്ന രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കും, ബാക്കിയുള്ളവരല്ല? 3 ബെഡ്റൂമാണ്. 3 ബെഡ്റൂം, ഞാനും വൈഫ് ഒരു റൂമിൽ കിടക്കും, ബാക്കിയുള്ളവർ ഓരോ റൂമിലായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കൂടെ താമസിച്ചു. കോവിഡിൻ്റെ സമയമാണ്. ചെറിയൊരു സ്പേസ് ആ കൂടെ നമ്മൾ ഒരു 200 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സ്പേസ് ഇവിടെ ബൈപ്പാസിൽ തന്നെ എടുത്തു. സോ അത് എന്ത് ചെയ്തു, ഇൻഫ്ര ചെയ്തു. വൈഫിന്റെ ഗോൾഡ് വിറ്റ പൈസയും കൊണ്ട് ആകെ ഉള്ളത് അതാ, ആകെ 4 പവൻ ഗോൾഡ്. വൈഫിന്റെ ഗോൾഡ് വിറ്റെന്ന് പറഞ്ഞാൽ 100 പവൻ ഗോൾഡ് വിറ്റിട്ടല്ല, 4 പവൻ സ്വർണം വിറ്റിട്ട്, ആ സ്വർണം വിറ്റ് അതിനകത്ത് നിന്ന് കിട്ടിയ പൈസ വെച്ചാണ് ഞങ്ങൾ ഈ ചെറിയ ഇൻഫ്രയും റെഡിയാക്കി. വളരെ ചെറിയ മിനിമലായിട്ട് ഇൻഫ്ര ചെയ്ത ഒരു ഓഫീസ് സ്പേസും എടുത്തു. അത് പക്ഷേ ആദ്യത്തെ മാസം തന്നെ ബ്രേക്ക് ഈവനായി. അതിനുവേണ്ടി നമ്മൾ ചെലവാക്കിയ പണം നമുക്ക് ആദ്യത്തെ മാസം തന്നെ കിട്ടി. ആത്മവിശ്വാസമായി. വളരെ.
അവിടെ നിന്നുകൊണ്ട് നമുക്ക് വേറെ എംപ്ലോയീസിനെ എടുത്തു ഹയർ ചെയ്തു, നമ്മൾ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ആ ബിസിനസ് പതുക്കെ സ്കെയിൽ ചെയ്തു. അങ്ങനെ ചെയ്യുന്ന സമയത്തും എഡ്യൂക്കേഷനിൽ, കാരണം നമ്മുടെ പ്രശ്നം തുടങ്ങിയത് അവിടെ നിന്നാണല്ലോ, എഡ്യൂക്കേഷൻ ഇല്ലാത്തതാണ്. അതെ, വിദ്യാഭ്യാസം നേടാൻ പറ്റാത്തത്, നമുക്കൊരു ലോൺ കിട്ടാത്തത്, കറക്റ്റായിട്ട് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയിട്ടും പഠിക്കാൻ പോകാൻ പറ്റാത്തത്, ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചു. അയാൾ ഡോക്ടറാണ്, ജർമ്മനിയിൽ വർക്ക് ചെയ്ത ഡോക്ടറാണ്, ഡോക്ടർ റിതു. അപ്പം ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ജർമ്മൻ ലാംഗ്വേജിന് നാട്ടിലിപ്പോൾ നല്ല സ്കോപ്പാണ്, ഇനി വലിയ സ്കോപ്പ് ഉണ്ടാകും. ഞങ്ങൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു, ഹോംവർക്ക് ചെയ്തു. അങ്ങനെ IELTSഉം OETയും ജർമ്മനും കൂടെ ആയിട്ട് എറണാകുളത്ത് ബൈപ്പാസിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഓഫീസ് 200 സ്ക്വയർ ഫീറ്റ് ആയപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു അടുത്ത തുടങ്ങുന്ന ഒരു സ്ഥാപനം കുറച്ച് വലിയ രീതിയിൽ എന്താണെങ്കിലും തുടങ്ങണം. ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണാനായിരുന്നു, കയ്യിൽ കാശ് വേണമല്ലോ. കാശ് എന്താണെങ്കിലും ഇല്ല. അപ്പൊ നമ്മൾ ഈ പറയത്തില്ലേ, സ്വപ്നം മാത്രമേ ഉള്ളൂ. സ്വപ്നം മാത്രമേ ഉള്ളൂ. നമ്മൾ നന്നായിട്ട് സ്വപ്നം കണ്ടാൽ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്ന് പൗലോ കൊയ്ലോ പറയുന്ന പോലെ എൻ്റെ കൂടെ എല്ലാവരും നിന്നു. ആ സമയത്ത് ഈ ഡോക്ടർ ഫ്രണ്ട് കൂടെ നിന്നു, വൈഫ് ഉണ്ടായിരുന്നു. ഞാൻ 50,000 രൂപ മൊത്തം കയ്യിലുണ്ട്, അതുമായിട്ട് ബിൽഡിങ്ങിന് ടോക്കൺ കൊടുത്തു. ആ ബിൽഡിംഗ് ഓണർ എൻ്റെ കൂടെ നിന്നു. എനിക്ക് തോന്നുന്നു പുള്ളി ഒരു 3-4 മാസം റെൻ്റേ വാങ്ങിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പാർട്ണർ, അവരെൻ്റെ കൂടെ വളരെ ശക്തമായിട്ട് നിന്നു. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ കൂടെ നിന്നിട്ടുണ്ട്. സംരംഭം എന്നെ ആദ്യമായിട്ട് ഫീച്ചർ ചെയ്യുന്നത് സംരംഭമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഒരു വലിയ രീതിയിലുള്ള ഒരു ക്യാൻവാസിൽ ഇങ്ങനൊരു സ്ഥാപനം നടത്തുന്ന ഒരാളുണ്ട്, ഇങ്ങനൊരു സ്ഥാപനമുണ്ടെന്ന് ആദ്യം ഫീച്ചർ ചെയ്യുന്ന സ്ഥാപനം സംരംഭം തന്നെയാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മാതൃഭൂമിയിലും മംഗളത്തിലും പല മാധ്യമങ്ങളിലും യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പേജുകളിലും ഒക്കെ വാർത്തയായിട്ടും ഫീച്ചർ ചെയ്യാനൊക്കെ തുടങ്ങിയത് അതിനുശേഷമാണ്. അങ്ങനെ ബൈപ്പാസിൽ തന്നെ പുതിയ സ്ഥാപനം തുടങ്ങുകയാണ്. അതെ. എത്ര നാളെടുത്തു പണി തീർക്കാൻ? 5-6 മാസം എടുത്തു. കാരണം പൈസ വേണമല്ലോ. 50,000 രൂപയായിട്ട് ഇറങ്ങിയതല്ലേ. പക്ഷേ ലോൺ കിട്ടി, എനിക്ക് ചെറിയ ലോണുകൾ കിട്ടി. നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ വീണ്ടും ഈ സ്വർണം വിൽക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് വീണ്ടും കുറച്ച് സ്വർണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും വിറ്റു. അനിയൻ ആ സമയത്ത് അവൻ എഞ്ചിനീയർ ആയിരുന്നു, അവൻ ഇൻഫോസിസിൽ വർക്ക് ചെയ്തു. അവന് ഒരു ലോൺ കിട്ടി 10 ലക്ഷം രൂപ. ഇതെല്ലാം വെച്ച് പതുക്കെ 5-6 മാസം കൊണ്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പണിതു. ഒരു കിളി കൂട് കൂട്ടുന്നത് പോലെ പയ്യെ ഓരോ കുഞ്ഞി കമ്പ് വെക്കുന്ന പോലെ നമ്മൾ 6 മാസം കൊണ്ട് സ്ഥാപനം തുടങ്ങി. അതെ. എത്ര കുട്ടികളുണ്ടായിരുന്നു ആദ്യത്തെ ബാച്ചില്? നമ്മൾ ആദ്യം ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇൻഫ്രയിലേക്ക് മാറുന്നത്. ഓൺലൈനിൽ ഒരു 4 കുട്ടികൾ വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. സോ ആ കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അവരുടെ റിസൾട്ട് കാണുമ്പം അവരുടെ കോൺഫിഡൻസ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. എന്തൊക്കെ പഠിപ്പിച്ചു അത് ചോദിച്ചില്ലല്ലോ. IELTSഉം OETയും ജർമ്മനുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിൽ നിന്ന് IELTSഉം OETയും സാച്ചുറേറ്റഡ് മാർക്കറ്റ് ആണെന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. 5 മാസം കൊണ്ട് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ജർമ്മൻ മാത്രം ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ മാത്രമേ പഠിപ്പിക്കൂ? ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ജർമ്മൻ ലാംഗ്വേജ് മാത്രം പഠിപ്പിക്കാനായിട്ടാണ് നമ്മൾ പിന്നെ തുടങ്ങിയത്. അങ്ങനെ ഇൻഫ്രയിലേക്ക് മാറി കഴിഞ്ഞിട്ടും നമുക്ക് ഈ ഒരു ഓൺലൈനിൽ പഠിപ്പിച്ച കുട്ടികളുടെ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഇൻഫ്രയിലേക്ക് വരുന്നത്, ഒരു ഫിസിക്കൽ ക്ലാസ് റൂമിലേക്ക് വരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പം ആദ്യം നമ്മുടെ ഒരു ടാർഗറ്റ് ഒരു 40 കുട്ടികളായിരുന്നു. പക്ഷേ ആദ്യത്തെ വർഷം തന്നെ 120 അഡ്മിഷൻസ് നമ്മളെടുത്തു. അത്രയും കുട്ടികളെ പഠിപ്പിച്ചു. രണ്ടാമത്തെ വർഷമൊക്കെ പിന്നെ കുറച്ചുകൂടി ഈസി ആയിരുന്നു കാര്യങ്ങൾ. ഈ കുട്ടികളുടെ റിവ്യൂവിൽ നിന്ന് അഡ്മിഷൻ കിട്ടുന്നത് ഭയങ്കര ഓർഗാനിക് ആണ്. അത് നമുക്ക് ഉണ്ട്. നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മൾ വിൽക്കുന്ന ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അല്ലേ, ഇപ്പം എഡ്യൂക്കേഷൻ അല്ല, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളുകൾ നല്ല റിവ്യൂ പറഞ്ഞിട്ട് അടുത്ത ആളുകളിലേക്ക് അത് എത്തുക എന്ന് പറയുന്നത് ഈസി അല്ലേ? സോ ആ ഓർഗാനിക് ആയിട്ടുള്ള ബേസസ് ആണ് നമുക്കുണ്ടായിരുന്നത്. ഓർഗാനിക് ആയിട്ട് നമ്മുടെ അടുത്ത് നിന്ന് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ വീണ്ടും വരാൻ തുടങ്ങി. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ റിവ്യൂ അവർ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ അടുത്തേക്ക് വീണ്ടും കുട്ടികൾ വരാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റും. അന്നെ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് ഒരു കുട്ടിയുടെ അടുത്ത് ഇവിടെ പഠിപ്പിക്കുന്നത് നന്നായിട്ടാണോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരുടെ റിവ്യൂ കേട്ടതിന് ശേഷം അഡ്മിഷൻ എടുത്താൽ മതി. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന എല്ലാവരോടും ഇത് പറയും, അങ്ങനെ മതി എന്ന് പറയും. അങ്ങനെ എല്ലാ കുട്ടികളോട് ചോദിക്കുമ്പോഴും അവർ പറയും നന്നായിട്ട് പഠിപ്പിക്കും, നിങ്ങൾ ധൈര്യമായിട്ട് പോരാൻ പറയും. അതുപോലെ നമ്മളിപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ അടുത്തൊക്കെ ചോദിക്കുക നിങ്ങൾ എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിയതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു, ഇവിടെ പഠിച്ച കുട്ടികളോട് അഭിപ്രായം ചോദിച്ചു എന്ന് പല കാര്യങ്ങളും പറയും. ഈ പഠിച്ച കുട്ടികളോട് അഭിപ്രായം ചോദിച്ചു എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളുടെ നമ്പറാണ് നമുക്ക് കൂടുതൽ വരുന്നത്. ടെസ്റ്റിമോണിയൽസ് ഭയങ്കര കൂടുതലാണ്. മോശം റിവ്യൂസ് ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഒരു പച്ചക്കറി നിലത്ത് ടർപ്പ വിരിച്ചിരുന്ന് വിറ്റ ആളാണ് അമീർ. അവിടെ നിന്നാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ എയിം എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒരു സ്വന്തമായിട്ടൊരു പേരുണ്ടാക്കിയെടുക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ അമീറിന് എന്ത് തോന്നുന്നു? സന്തോഷം.
സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. പക്ഷേ ഇതൊന്നും പോരാ എന്നുള്ള വാശിയുണ്ട്. പൈപ്പ് ലൈനിൽ പല പ്രൊജക്റ്റുകളും ഉണ്ട്. വളരെ വലിയ രീതിയിൽ അതൊക്കെ ചെയ്തു, വലിയ രീതിയിൽ അതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതാണ് പൊതുവെ പ്ലാൻ. അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, അതൊരു സ്കില്ല് കൊടുക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു ഡിഗ്രി ഒരു കോഴ്സ് 3 വർഷത്തെ കോഴ്സ് കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു കോഴ്സ് പഠിപ്പിക്കുക, അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുക. ഇതിലേക്കാണ് നമ്മുടെ ഫോക്കസ്. സോ സ്കിൽ ഡെവലപ്മെൻറ്റ് ആ മേഖലയിൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് നമ്മുടെ പ്ലാൻ. അതാണ് നമ്മുടെ ഫ്യൂച്ചർ. അതാണ് നമ്മുടെ ഫ്യൂച്ചർ. അതുപോലെ നമ്മളിപ്പം സ്റ്റഡി അബ്രോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സർവീസ് സെക്ടർ അല്ലേ, നമുക്ക് എഗെയിൻ ആ മാർക്കറ്റ് കുറച്ച് സാച്ചുറേറ്റഡ്, പക്ഷെ അതിനകത്ത് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. അമീര, നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ നമ്മളെല്ലാവരും ഓരോ സ്വപ്നം കണ്ടിട്ടായിരിക്കും ഈ സംരംഭ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. അമീറും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ഒരാളായിരിക്കും. സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിച്ചതുകൊണ്ടാണ് ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് അമീറിന് വിജയിക്കാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമീറിന്റെ ലൈഫിലും ഉണ്ടാകും ഒരു പ്രൗഡ് മൊമെന്റ്, എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകും ഒരു പ്രൗഡ് മൊമെന്റ്. നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു മൊമെന്റ് എന്ന് പറയുന്നത് അമീറിന്റെ മനസ്സിലെ ഒരു ലൈഫിലെ ഒരു ഫേവറേറ്റ് മൊമെന്റ് ഏതായിരിക്കും? ഫേവറേറ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞങ്ങൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് ജീവിച്ചിരുന്നത്. ലോൺ കിട്ടാത്തത് വീടില്ലാത്തതുകൊണ്ട്. അച്ഛനും അമ്മയൊക്കെ വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വീട്. അപ്പം ഞാൻ അവരെ നല്ലൊരു വീട്ടിലേക്ക് മാറ്റി, നല്ലൊരു വീട് അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റി. അതുപോലെ ഞാൻ എറണാകുളത്ത് വന്ന് താമസിച്ചത് ഞങ്ങൾ 6 പേരുടെ ഷെയർ ചെയ്തൊരു ഫ്ലാറ്റ് റെൻറ്റിനെടുത്തായിരുന്നു. ആ ഫ്ലാറ്റ് തന്നെ, ആ സെയിം ഫ്ലാറ്റ് തന്നെ എനിക്ക് വാങ്ങിക്കാൻ പറ്റി. റെന്റിനെടുത്ത ഫ്ലാറ്റ് വാങ്ങിച്ചു, ആ സെയിം ഫ്ലാറ്റ് തന്നെ വാങ്ങിക്കാൻ പറ്റി. അതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങൾ. അതിനുണ്ടായ ഒരു ഫയർ എന്തായിരുന്നു? ഫയർ ഇതാണ്, എനിക്ക് വലിയ വീടുകളോടൊന്നും ആരാധനയൊന്നുമില്ല. പക്ഷെ നമ്മൾ താമസിച്ച ഫ്ലാറ്റ്, നമ്മൾ ചെറിയ എറണാകുളത്ത് ആദ്യമായിട്ട് വന്നിട്ട് നമ്മളെ കൊണ്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ സ്ട്രഗ്ലിംഗ് പീരീഡിൽ നമ്മൾ താമസിച്ച ഒരു വീട് തന്നെ വാങ്ങിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് കേൾക്കുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര സില്ലിയായിട്ട് തോന്നാം. എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ മാതാപിതാക്കൾ അവർ സ്ട്രഗിൾ ചെയ്തെടുത്തുനിന്ന് അവരെ നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമാണ്. അമീറിന്റെ വാപ്പച്ചി ഇപ്പോഴും ഓട്ടോ ഓടിക്കുന്നുണ്ട് കോട്ടയത്ത്. അമീർ പച്ചക്കറി റോട്ടിൽ വിറ്റുകൊണ്ടിരുന്ന ഒരാളാണ്. ഇന്ന് അമീർ ഇവിടെ വന്നത് ഏത് വണ്ടിയിലാണ്? എനിക്ക് 3-4 വണ്ടികളുണ്ട്. ഞാൻ ഇന്ന് വന്നത് ഒരു ഓടിയിലാണ്. വെറുതെ ചോദിക്കുന്നതല്ല കേട്ടോ, കാരണം എപ്പോഴും സ്പാർക്കിന്റെ ഹോട്ട് സീറ്റ് കഥ പറയാൻ വന്നിരിക്കുന്നവരോട് ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കാറുണ്ട്. അതൊരു ഇൻസ്പിറേഷൻ ആണ്, ഒരു മോട്ടിവേഷൻ ആണ്. അമീറിനെ പോലെ അല്ലെങ്കിൽ എന്നെ പോലെയൊക്കെ സ്വപ്നം കണ്ട് ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. നല്ലവരായ ചെറുപ്പക്കാര് നമ്മളെപ്പോലെ സ്വപ്നം കാണുന്നവരുണ്ട്. അപ്പൊ അമീറിനെ പോലെ അവർക്ക് എത്താൻ സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കാനുള്ളൊരു ചോദ്യമാണത്. എത്താൻ സാധിക്കും. അത് എല്ലാവരും പറയുന്ന പോലെ എൻ്റർപ്രണർഷിപ്പ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് വ്യക്തമായ പ്ലാനും സ്ട്രാറ്റജിയും ഉണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ എത്താൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പം അമീർ പറഞ്ഞതുപോലെ അമീറിന്റെ ഫാമിലിയിൽ ആരും തന്നെ ബിസിനസ്സിലില്ല. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, വൈഫ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അമീർ ഒരു ബിസിനസ്സുകാരനാവണമെന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരുവാണെന്ന് കേട്ടപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ? ആദ്യം സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ ട്രാവൽ ചെയ്ത കുറേ ആളുകളുണ്ട്. അവരെല്ലാവരും കാര്യമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, എൻ്റെ അസോസിയേറ്റ്സ്, പിന്നെ എന്നെ പഠിപ്പിച്ച സ്കൂള്, അവരെല്ലാവരും എന്നെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. എല്ലാവരും പറയും നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് നമ്മൾ ഒറ്റയ്ക്ക് പോരാടിയതായിരുന്നു. അല്ലല്ല, എനിക്ക് കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ സന്തോഷമാണ്, ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം സന്തോഷമാണ്. ഫാമിലിയിലുള്ളവർക്കും ഫ്രണ്ട്സിനും എല്ലാം നമ്മളൊരു നിലയിലേക്ക് എത്തുന്നു എന്ന് കാണുമ്പോൾ സന്തോഷമാണ്. അത് നമുക്ക് ഫീൽ ചെയ്യും, ജെന്യൂനായിട്ട് ഫീൽ ചെയ്യും, കള്ളത്തരം പറയേണ്ട കാര്യമില്ല. അമ്മേൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത ഒരാളുണ്ടോ? അങ്ങനെ ഒരാളില്ല. ഇൻസ്പയർ ചെയ്തു എന്ന് പറയാനായിട്ട് നമ്മൾ കളക്റ്റീവായിട്ടല്ലേ ഇൻസ്പിറേഷൻസ് എടുക്കുന്നത്. പല ആളുകളുടെയും അനുഭവങ്ങൾ, അവർ പറഞ്ഞ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ കളക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല കാര്യങ്ങൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് പെപ്പേനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഫാദറും ഡ്രൈവറാണ്, എൻ്റെ അച്ഛനും ഓട്ടോ ഓടിക്കുക, പുള്ളിയുടെ അച്ഛനും ഓട്ടോ ഓടിക്കുകയാണ്. ഞാൻ അയാളെ പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് സിനിമകൾ കണ്ടിട്ട് നമുക്ക് ഇടിക്കുന്ന പെപ്പേനെ മാത്രമേ അറിയത്തുള്ളൂ. സോ നമ്മൾ സിനിമകൾ കണ്ടിട്ട് വിചാരിക്കുന്നത് ഓക്കെ ഇതാണ് ഇയാളുടെ ക്യാരക്ടർ എന്ന് വിചാരിക്കുക. പുള്ളി ഒരു ജെന്റിൽമാനായിരുന്നു. പുള്ളി വളരെ കാര്യമായിട്ട് അടുത്ത് വിളിച്ച് സംസാരിക്കുന്ന സമയത്തും ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തും എന്നെ മറ്റൊരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഒക്കെ പുള്ളി ഒരു റെസ്പെക്റ്റ് തരുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. അതെല്ലാം ഞാൻ പറഞ്ഞ ഈ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന ആളുകളും പരിചയപ്പെടുന്ന ആളുകളും നമ്മുടെ ഉദ്ദേശം നല്ലതാണെന്നുണ്ടെങ്കിൽ
ചുറ്റുവട്ടത്ത് നിൽക്കുന്നവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളും അത് മറക്കാതിരിക്കുക, റെസ്പോൺസിബിൾ ആവുക, എത്തിക്കൽ ആവുക, നമ്മൾ തിരിച്ചും എന്ത് ചെയ്യുക, ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുക. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം. കാരണം ചെറിയ പ്രായത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൂടെ കടന്നു വന്നിരിക്കുന്നവരാണ്. അതെ അതെ, എനിക്കിപ്പം 30-32 വയസ്സായി. ഈ സമയത്ത് ഞാൻ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ അടുത്തൊരു ജനറേഷൻ വരുമ്പോൾ അവർ ഫൈറ്റ് ചെയ്യണം, അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അമീർ എത്ര സന്തോഷത്തോടെ സംസാരിച്ചാലും കണ്ണുകളിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ തോന്നും പണ്ട് ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രഗിൾസിനെ ഇപ്പൊ അമീർ പൊരുതി തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഇന്ന് എത്ര കുട്ടികൾ മൊത്തം എയിമിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട്? ആയിരക്കണക്കിന് കുട്ടികൾ എയിമിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. എല്ലാവരും പ്ലേസ്ഡ് ആയോ? പിന്നെ ഈ കുട്ടികളൊക്കെ പുറത്ത് പോയിട്ട് ഇവർ ഹാപ്പിയാണോ? ആക്ച്വലി ഇവർ ഹാപ്പിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവർ ഏത് സ്ഥലത്തേക്ക് പോകുന്നു, ഏത് കോഴ്സ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ബേസിക്കലി ഇതിന് ഇങ്ങനെ പറയാം, ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇവരുടെ മനസ്സിലുള്ള ആഗ്രഹം, ദൈവമേ എനിക്കൊരു ടയർ 1 ലെവൽ രാജ്യത്ത് പോയി നല്ല ഇൻഫ്രയും നല്ല ഫെസിലിറ്റീസും നല്ല കൾച്ചറും ഉള്ള ഒരു രാജ്യത്ത് പോയി ജീവിക്കാൻ പറ്റണേ, അതുകൊണ്ട് എനിക്ക് ഈ വിസ എന്ത് ചെയ്യണം, സ്റ്റാമ്പ് ചെയ്ത് കിട്ടണം, എനിക്ക് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റണം എന്നാണ് ഇവരുടെ ആഗ്രഹം. പക്ഷേ നമുക്ക് മാൻ പവർ ഉണ്ട്. പല വികസിത രാജ്യങ്ങൾക്കും മാൻ പവർ ഇല്ല. അവർക്ക് ഇൻഫ്രയുണ്ട്, സമ്പത്തുണ്ട്, പക്ഷെ അവർക്ക് നല്ല മനുഷ്യരെ വേണം. ഞാനിപ്പോൾ അങ്ങോട്ട് ചെല്ലാം, ഞാൻ റെഡി, ഞാൻ ആ രാജ്യത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട. അവർക്ക് ആ രാജ്യത്തുള്ള തൊഴിൽ ചെയ്യാൻ പറ്റിയ എംപ്ലോയീസിനെയാണ് പൗരന്മാരായിട്ട് വേണ്ടത്. അതിനവർ നമ്മുടെ രാജ്യത്ത് നിന്നും ആളുകളെ അവിടെ എത്തിച്ച് അവിടെയുള്ള കോഴ്സ് പഠിപ്പിച്ചതിന് ശേഷം അവർ വാച്ച് ചെയ്യും, നമ്മൾ ഓവർലുക്ക് ചെയ്യും, ഇവൻ നല്ല പൗരനാണോ, ഇവൻ തെറ്റുകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇവൻ ഈ ജോലി നന്നായിട്ട് ചെയ്യാനായിട്ട് ആപ്റ്റാണോ എന്നൊക്കെ അവർ നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് PR തരും. ബേസിക്കലി ആ രാജ്യങ്ങളുടെ ആവശ്യമാണ് അവർക്ക് നല്ല പൗരന്മാർ വേണം എന്നുള്ളത്. അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യം നല്ലതാണെങ്കിൽ, നമ്മൾ എടുക്കുന്ന കോഴ്സ് നല്ലതാണെങ്കിൽ, അതിന് ജോലി സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുന്ന കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാകും. അവർ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. നമുക്ക് അവരെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും, നമുക്ക് അവരെ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. വെറുതെ ഒരു രാജ്യത്തേക്ക് പോവല്ല, നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് എങ്ങോട്ടെങ്കിലും പോവല്ല ചെയ്യേണ്ടത്. നിങ്ങൾ പ്ലാൻ ചെയ്യണം, നിങ്ങൾ വളരെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം. അതിനുശേഷം മാത്രം ഏതെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്യണം എന്ന് നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. നമ്മളെപ്പോലുള്ള ആളുകൾ ഇതിനകത്ത് എത്തിക്കലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ സന്തോഷത്തോടു കൂടി മറ്റു രാജ്യങ്ങളിൽ ജീവിക്കും. അതാണ് വാസ്തവം. അങ്ങനെ 1000-ലധികം കുട്ടികളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അവരുടെ കുടുംബത്തിന്റെ പ്രതീക്ഷകളും സബലീകരിക്കാൻ സാധിച്ചൊരു ബ്രാൻഡാണ് എയിം. അതെ, തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥനയായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇനി വീഴ്ചകൾ പറ്റാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. അമീറിന്റെ സ്വപ്നം, അമീറിന്റെ മാളുവിന്റെ സ്വപ്നം, ഞാൻ അങ്ങനെ തന്നെ പറയും. മാളുവിന്റെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല. മാളുവിന്റെ ശരിക്കും പേര് തസ്നി എന്നാണ്, പക്ഷേ മാളു റഫീഖ് എന്നാണ്. എല്ലാവരും മാളു തന്നെയാണ്. അപ്പം മാളുവിന്റെ ഒരു വിഷൻ അല്ലെങ്കിൽ മാളുവിന്റെ ഒരു സപ്പോർട്ട്, മാളു ഒരു പില്ലറാണ്, അമീറിന്റെയും എയിമിന്റെ ഒരു പില്ലറാണ്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു വിഷനില് അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ അമീർ കാണുന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അന്ന് എഗെയിൻ ഈ ഹോട്ട് സീറ്റിൽ ഒന്നോടെ വന്നിരുന്ന് നമുക്ക് ആ സക്സസ് സ്റ്റോറി ഒരിക്കൽ കൂടി പറയണം. അതിന് പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അമീർ, താങ്ക് യു സോ മച്ച്.